പറഞ്ഞു, നിങ്ങൾ മഅ്സൂമികൾ, ഇമാമിങ്ങൾ മഅ്സൂമികളല്ല. നിങ്ങൾ പറഞ്ഞത് പൊട്ടപ്പോയത്തമാണ്. നബവി ഇമാമും റാഫി ഇമാമും ഷാഫി ഇമാമും പറഞ്ഞത് വാറോല, നിങ്ങൾ പറഞ്ഞു തഹ്ഖീഖ്. പൊട്ടപ്പോയത്തമാണത്. നിങ്ങളൊക്കെ ഇൽമിന്റെ ഭണ്ഡാരങ്ങളാ തോന്നുന്നല്ലോ. ഒരു ചൂക്കുള്ളത് ഒന്നും അറിയില്ല. ഏറെങ്കിൽ കരിങ്കോറും കൊള്ളി പണിയെടുക്കുക, അതുപോലെ ഹോട്ടലിൽ ചായ വരാ, എന്നിട്ട് വരിക, എന്നിട്ട് ഇവിടെ ദീൻ പറയാ. എന്നിട്ട് എന്താ നിങ്ങളെ ഇബ്നു തൈമിയ്യ പറഞ്ഞറിയിക്ക് വീട് വായിച്ചു തരാം കേട്ടോ. ഇന്നഹു ഖദ് സബത, കേട്ടോ, സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അന്ന ഉബയ്യ് ഇബ്നു കഅബ് കാന യഖൂമു ബിന്നാസി 20 റകഅ. പഠിച്ചു വെച്ചോ, 20 റകഅത്ത് നിസ്കരിക്കുന്നു ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് എന്ന് സ്ഥിരപ്പെട്ടു എന്നാണ് ആര് പറഞ്ഞത്? നിങ്ങളുടെ ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യയെ കുറിച്ച് നിങ്ങൾ എന്താ എഴുതിയത്? ഇബ്നു തൈമിയ്യയുടെ വാക്ക് വിഷലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ് എന്നാണ്. അപ്പൊ ഇത് നിഷേധിച്ചാൽ നിങ്ങൾ ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതിന് തുല്യമായി. എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? നിങ്ങളെ ഇബ്നു തൈമിയ്യ 11ന്റെ ഹദീസ് ഇയാൾ കണ്ടിട്ടില്ലേ? ഒന്ന് പറ. 11ന്റെ ഹദീസ് ഇമാം മാലിക് കണ്ടിട്ടില്ലേ? അതൊന്നും ഞങ്ങളെ മുമ്പ് പറയാൻ തരും. നിങ്ങൾക്ക് ഈ വിചിന്തനത്തിൽ എഴുതിയത് വെല്ലുവിളിയാണ്. നിങ്ങൾ പറയുന്നു 11ന്റെ ഹദീസ് 4 മദ്ഹബിന്റെ ഇമാമികളും കണ്ടിട്ടില്ല. 20ന്റെ ഹദീസ് 4 മദ്ഹബിന്റെ അല്ല 8 11ന്റെ കണ്ടിട്ടില്ല. 11ന്റെ കാണാത്തത് കൊണ്ടാണ് 11 എന്ന് പറയാത്തത്. ഞാൻ ചോദിക്കട്ടെ, 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരെ കിതാബിലല്ലോ ഇതുള്ളത്, അല്ലേ? മുവത്തയിലല്ലോ ഇതുള്ളത്. അപ്പൊ അതുകൊണ്ട് 11 നിങ്ങൾ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഇപ്പൊ ഒക്കെ തള്ളി. ലാസ്റ്റ് മുജാഹിദിന്റെ സ്വന്തം നേതാക്കളെയും ബാലുശ്ശേരി തള്ളിയിരിക്കുമ്പോ അതാ നിങ്ങളുടെ മദ്രസ പുസ്തകം ഇവരെന്താ പറഞ്ഞത്? തറാവീഹ് 20ആണ്. ഇബ്നു തൈമിയ്യ പറഞ്ഞത് 20ആണ്. നിങ്ങളെ പ്രസ്ഥാനം ഉണ്ടാക്കിയ ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞു 20ആണ്. 4 മദ്ഹബും പറഞ്ഞു 20ആണ്. നിങ്ങൾ പറഞ്ഞ മാലിക് ഇമാമും പറഞ്ഞു 20ആണ്. ഒരൊറ്റ പണ്ഡിതനെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളെ വെല്ലുവിളിയാണ്. 4 മദ്ഹബിലെ ഒരു പണ്ഡിതനെ 8 തറാവീഹ് 11 കൊണ്ടുപോവാ. ആര് പറഞ്ഞു തറാവീഹാണ്? ഇവരൊന്നും കാണാതെ നിങ്ങൾ കുറച്ച് മഅ്സൂമികൾ ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ഇമാമിങ്ങളെ വിട്ട് നിങ്ങളെ വാദം ഞങ്ങൾ അംഗീകരിക്കൂല. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇവിടെ ജിഷാൻ മാഹിയും മുജാഹിദ് ബാലുശ്ശേരിയും തമ്മിലുണ്ടായ സംസാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംവാദത്തിന് വ്യവസ്ഥ നിശ്ചയിക്കാനാണ് ഒരുമിച്ച് കൂടിയത്. ആ രണ്ടാളുകളും സംസാരിച്ചത് മാത്രം കണക്കിലെടുത്ത് സംസാരിച്ച പോലെ കാര്യം നടക്കുകയാണെങ്കിൽ ഈ ഒരു ഇരുത്തത്തിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വ്യവസ്ഥ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വ്യവസ്ഥ നിശ്ചയിക്കാൻ എന്ന പേരിൽ പിന്നെ ഒരു ഇരുത്തം ആവശ്യമില്ല. ഈ ഇരുത്തം വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ വിഷയത്തെ സംബന്ധിച്ചാണ്. തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണമാണ് വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നമസ്കാരത്തിലോളം എത്തി. പക്ഷേ വിഷയം പൂർത്തിയായിട്ടില്ല. അത് കൃത്യമായി സംവാദത്തിലൂടെ നിശ്ചയിക്കപ്പെടണം, അതിന്റെ വിഷയത്തിന്റെ നിജസ്ഥിതി എന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടുത്തെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കരിച്ചു എന്നതിന്റെ റക്അത്തുകളുടെ എണ്ണത്തെ സംബന്ധിച്ച് മാത്രമുള്ള ഒരു ചർച്ച എന്ന് പറയുമ്പോൾ ആ നമസ്കാരം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മാത്രമായി ഉണ്ടാക്കിയതും നമസ്കരിച്ചതുമാണോ? ആണെന്ന് ഇതുവരെ മറുഭാഗത്ത് നിന്ന് സംസാരിച്ചവരും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര റക്അത്താണോ നമസ്കരിച്ചത് അതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കരിച്ചത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, എങ്കിൽ നബി 23 റക്അത്ത് നമസ്കരിച്ചു എന്ന് തെളിയിക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും 23 റക്അത്ത് നമസ്കരിച്ചു എന്ന് തെളിയിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, മഹാനായ റസൂലുള്ള 23 റക്അത്ത് നമസ്കരിച്ചു എന്ന് ഒരിക്കലും നിങ്ങൾക്ക് തെളിയിക്കാനാവില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നമസ്കാരം. അസ്സലാമു അലൈക്കും. ടൈം ആയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ്. ഇവിടെ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച നിസ്കാരത്തിന്റെ ചർച്ച തന്നെയാണ് ബാലുശ്ശേരി തുടങ്ങി വെച്ചത്. അപ്പോൾ അത് 20 റക്അത്താണെന്ന്, 23 അല്ല 20 റക്അത്താണെന്ന് ജിഷാനും അങ്ങനെയാണെന്ന് തെളിയിച്ചു തന്നാൽ സുന്നിയാവും സമസ്തയിൽ വരുമെന്ന് ബാലുശ്ശേരിയും പറഞ്ഞു.
അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ വിഷയത്തിലാണ് സംവാദം നടക്കേണ്ടത്. സംവാദം സാധാരണ നേരത്തെ അബ്ദുറഹ്മാൻ സലഫി സൂചിപ്പിച്ചതുപോലെ പ്രായം കൊണ്ട് എന്നെക്കാളേറെ പരിചയം കൊണ്ട് സംവാദ വ്യവസ്ഥകൾ എഴുതി അബ്ദുറഹ്മാൻ സലഫിക്ക് അറിയാം. ഒരുപാട് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് സംവാദ വ്യവസ്ഥകൾ എഴുതിയിട്ടുണ്ട്. 2, 3, 4 മണിക്കൂറാണ് ഒരു സംവാദത്തിന് ഏറ്റവും ഉചിതമായ, ഇന്ന് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ടൈം. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയപ്പെട്ടത് ഒരുപാട് വിഷയങ്ങൾക്കുള്ള ചർച്ചയല്ല. 20 റക്അത്ത് ഉമറുല്ലാഹ് നിസ്കരിപ്പിച്ചോ അങ്ങനെ എന്തൊക്കെയാണോ വാദങ്ങൾ വരുന്നത് അത് ചർച്ച ചെയ്യാൻ തന്നെ 3 മണിക്കൂറിലധികം വേണ്ടതുണ്ട്, വിഷയാവതരണം ചോദ്യോത്തരങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ നേരത്തെ ബാലുശ്ശേരിയും ജിഷാനും സംസാരിച്ചതുപോലെ ആ വിഷയത്തിൽ തന്നെ, ആ വാദത്തിൽ തന്നെയുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കേണ്ടത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇവിടെ കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതും അവസാനം സലഫി പറഞ്ഞത് ഉമറുല്ലാഹിന്റെ നിസ്കാരത്തിലേക്ക് തന്നെയാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇപ്പൊ തീർച്ചയാവേണ്ടതും ഇനി സമൂഹത്തിന് തീർച്ചയാവേണ്ടതും ഉമർ റളിയല്ലാഹുവിന്റെ നിസ്കാരത്തെക്കുറിച്ചുള്ള ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ഇവിടെ വാദം ഇനി എഴുതുക, അതാണ് ഞങ്ങളുടെ പരിപാടി. ഞങ്ങൾ അതിനാണ് നേരത്തെ വന്നത്. പിന്നെ വ്യവസ്ഥ പൂർണ്ണമായി എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. വ്യവസ്ഥ പൂർണ്ണമാക്കാനുണ്ട്. വാദം പൂർണ്ണമാണ്, സ്ഥലം പൂർണ്ണമാണ്, അതുപോലുള്ള മറ്റു 2-3 സംഭവങ്ങൾ ഡേറ്റ് പൂർണ്ണമാക്കിയിട്ടുണ്ട്. അതിന്റെ ബാക്കി വിഷയങ്ങളാണ് ഇനി പൂർണ്ണമാക്കാനുള്ളത്. അത് പൂർണ്ണമാക്കാനാണ് നമ്മളിവിടെ വന്നിട്ടുമുള്ളത്. അത് പൂർണ്ണമാവുന്നതോടെ അത് രേഖാപരമാക്കി മാറ്റുക എന്നൊരു ബാധ്യത കൂടിയാണ് നമുക്കുള്ളത്. അത് പൂർണ്ണമാവുന്നതോടെ ഈ വിഷയം പൂർണ്ണമായി ഒരു സംവാദത്തിലേക്ക് എത്തും. ആദ്യം 2 നേതൃത്വവും പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് സമൂഹത്തിന് ബോധ്യപ്പെടുന്ന ഒരു നല്ലൊരു സംവാദത്തിലേക്ക് വിഷയം എത്തുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വാദത്തിലേക്ക് പ്രവേശിക്കാം. ഞങ്ങൾ അങ്ങനെയാണെങ്കിലാണ് ചർച്ചയ്ക്ക് തയ്യാറാവുള്ളൂ. ഏതായിരുന്നാലും നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായി ഇത്ര നേരം ചർച്ചയിൽ പങ്കെടുത്തല്ലോ. ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ സംസാരങ്ങളൊന്നുമല്ല ഇനി നടക്കുന്നതും. അപ്പൊ ഞങ്ങൾ ഇനി ചർച്ചയ്ക്ക് തയ്യാറില്ല എന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കരുത്. നിശ്ചയിച്ച സമയം വരെ ചർച്ച നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇടക്ക് വിട്ടു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അത്ത് നമസ്കരിച്ചു എന്ന് ഒരിക്കലും നിങ്ങൾക്ക് തെളിയിക്കാനാവില്ല. വഅമ്മാ മാ റവാഹു ഇബ്നു അബീ ശൈബ മിൻ ഹദീസ് ഇബ്നു അബ്ബാസ് കാന റസൂലുള്ളാഹി യുസല്ലി ഫി റമളാന 20 റക്അ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ്. വഖദ് ആറലഹു ഹദീസ് ആയിഷ ഹാദാ അല്ലദീ ഫി സ്വഹീഹൈൻ മാ കൗനിഹാ അലമ ബിഹാലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലൻ മിൻ ഗൈരിഹാ. 2 കാരണങ്ങളാണ് ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നത്. ഒന്ന്, ബുഖാരിയിൽ തന്നെ വ്യക്തമായി വന്ന നബി 11 റക്അത്തിലധികം റമളാനിലും അല്ലാത്ത കാലത്ത് നമസ്കരിക്കാറില്ല എന്ന അസഹായ ഹദീസിന് ഇത് എതിരാണ് എന്നതുകൊണ്ട്. രണ്ടാമത്തേത് അതിന്റെ സനദ് ദുർബലമാണ് എന്നതും. ഈ 2 കാരണങ്ങളാൽ നബി 20 നമസ്കരിച്ചു എന്നത് അസ്വീകാര്യമാണ്, ദുർബലമാണ്, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, ഇമാം മാലിക്കിന്റെ മുവത്തയുടെ വിശദീകരണ ശറഹിൽ ഇമാം സർഖാനി രേഖപ്പെടുത്തുന്നു ഫൈസ്നാദുഹു ലഈഫുൻ. നബി 20 റക്അത്ത് നമസ്കരിച്ചു എന്നതിന്റെ സനദ് ദുർബലമാണ്. മൂന്നാമത്തെ കാര്യം, ഇമാം സുയൂത്തി തൻവീറുൽ ഹവാലിക്കിൽ രേഖപ്പെടുത്തുന്നു ഫൈസ്നാദുഹു ലഈഫുൻ, അതിന്റെ സനദ് ദുർബലമാണ് എന്ന്. നാലാമത്തെ കാര്യം, ഇമാം സുയൂത്തി തന്റെ ഫതാവയിൽ അൽ ഹാവി ലിൽ ഫതാവ ലി സുയൂത്തി അതിൽ വ്യക്തമാക്കുന്നു ഫൽ ഹാസിലു അന്നൽ 20 റക്അ ലം തസ്ബുത്. ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് 20 റക്അത്ത് നബി നമസ്കരിച്ചു എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതാണ്. ആറാമത്തെ കാര്യം, ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ ഫതാവൽ കുബറയിൽ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തോടുള്ള ചോദ്യം, ഹൽ സഹ ഔ വറദ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല തറാവീഹ 20 റക്അ ഫഅജാബ ബിഖൗലിഹി ലം യസിഹ ദാലിക. 20 നമസ്കരിച്ചതായി സ്ഥിരപ്പെട്ടോ? ഇല്ല എന്ന് മറുപടി അദ്ദേഹം പറഞ്ഞു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി മാ ബഅദ്. പിന്നെ നമ്മുടെ അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹത്തിന് വ്യവസ്ഥയ്ക്ക് കൂടുതൽ പരിചയമുണ്ടാകുമെന്നാണ് നേരത്തെ ഒരു നല്ല ധാരണ നമ്മുടെ മുഹമ്മദ് രാമന്തളി അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നീണ്ട സംസാരം കേട്ടപ്പോൾ ഇല്ല, ബോധം കുറഞ്ഞു വരികയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഏതായാലും തൊട്ടടുത്ത് ബാലുശ്ശേരി ഇരിക്കുന്നത് കൊണ്ട് കേൾവി കുറവുണ്ടാവില്ല. കാരണം നേരത്തെ ബാലുശ്ശേരി പറഞ്ഞത് പണ്ഡിതന്മാരുടെ വാക്കാണ് കൊണ്ടുവരുന്നത് എന്നാ. അങ്ങനെയാണ്. നേരത്തെ ജിഷാനെ പറ്റി പറഞ്ഞ ഖുർആനും ഹദീസും കൊണ്ടുവരില്ല. അദ്ദേഹം ആദ്യം പറഞ്ഞു മൻകാമ റമദാന തുടങ്ങിയതാണ്, പക്ഷെ മൻകാമ റമദാന എന്നുള്ളത് ഹദീസാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അങ്ങനെ പറഞ്ഞ് പിന്നെ പണ്ഡിതന്മാരുടെ വാക്കിലേക്കാണ് ജിഷാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ഇപ്പം അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് ബാലു മനസ്സിലാക്കിണ്ടാവുമല്ലോ. ഇമാം സുയൂത്തി, ഇബ്നു ഹജർ, അത് കുഴപ്പമില്ല, ബാലേട്ടൻ യഥാർത്ഥ മുസ്ലിമാണെന്ന് പറഞ്ഞ ആളുകളാണല്ലോ, ഞങ്ങൾ ചുരുക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തർഹീമും തഫ്സീറൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അപ്പോ ഇമാം ഇബ്നു ഹജർ തങ്ങൾ, ഇമാം സുയൂത്തി, ഇബ്നു ഹജർ അൽ അസ്കലാനി ഇവരുടെ വാചകങ്ങളാണ്
അബ്ദുറഹ്മാൻ സലഫി ഇവിടെ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ തീരുമാനാക്ക്. അവര് മാസൂമിങ്ങളാണോ? അല്ലേ? പറയണം. മാസൂമിങ്ങളായിട്ട് നിങ്ങൾ മാത്രമാണ് ഇപ്പൊ കടന്നു വന്നത്. അതുകൊണ്ട് അതെ പണ്ഡിതന്മാരെ നിങ്ങൾ തള്ളിപ്പറയുകയും പണ്ഡിതന്മാരുടെ വാറോല എന്ന് തൊട്ടടുത്തുള്ള നിമിഷങ്ങൾ ഇവിടെ പറഞ്ഞ ഈ ബാലുശ്ശേരിയും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫി നിങ്ങൾ തീരുമാനാക്കാം. ഫതുഹുൽ ബാരിയും ഹാവി ഫതാവിയും അതുപോലെ തന്നെ ഇമാം മാലിക് തങ്ങളുടെ കിതാബും ഇതൊക്കെയും വാറോലയാണോ? അല്ലേ? ബാലുശ്ശേരി മറുപടി പറയണം. നിങ്ങൾ തമ്മിൽ തന്നെ തീരുമാനമാക്കണം. അതുകൊണ്ട് ഈ പിന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചത് അതിനെ സംബന്ധിച്ച് പറയാം. നമ്മൾ ചർച്ച ഇവിടെ തുടങ്ങിയതാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ നിസ്കരിച്ചത് എന്താണ്, ബഹുമാനപ്പെട്ട അംഗീകാരം എന്താണ്, ഇത് പറയിപ്പിക്കാനും അതിനും വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഒരു നല്ലൊരു എന്താ ചിന്താഗതി, ഇമാം ഉമർ ബിൻ ഖത്താബ് തങ്ങൾ എതിര് പ്രവർത്തിക്കാൻ. ഞാൻ മനസ്സിലാക്കിയത് കുറച്ചൊക്കെ അന്തമുണ്ടാവും മറ്റുള്ളവർക്ക് അന്തല്ലാന്ന് പറയുന്നവർക്ക് എന്നാണ്. അല്പം അന്തമുണ്ടെങ്കിൽ ഈ ജാതി ബുദ്ധിത്തം പറയുമായിരുന്നില്ല. ഇവിടെ ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത് ഒരു പ്രമാണമായിട്ട്, ഒരു പ്രവർത്തനത്തിനുള്ള പ്രമാണമായിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഇബാറത്തല്ല ഉദ്ധരിച്ചത്. ഹദീസ് സ്വഹീഹോ ലഈഫോ എന്ന് തീരുമാനിക്കാൻ വിശുദ്ധ ഖുർആനിൽ തർക്കിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, വിഷയം പഠിക്കണം. ഇല്ലെങ്കിൽ പറയുന്നത് കേൾക്കാനുള്ള മനസ്ഥിതിയെങ്കിലും വേണം. വിശുദ്ധ ഖുർആനിൽ ഒരു ഹദീസ് സ്വഹീഹാണ് ലഈഫാണ് എന്ന് എഴുതി വെക്കില്ല മുസ്ലിയാരെ. ആ വിവരമെങ്കിലും വേണം ആദ്യം. വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ഉദ്ധരിച്ച നബി 20 നമസ്കരിച്ചു എന്ന ഹദീസ് ലഈഫാണ് എന്നതിനാണ് ഇബ്നു ഹജർ അസ്ഖലാനിയെ, സുയൂത്തിയെ അതേപോലുള്ള പണ്ഡിതന്മാര് ഹദീസിന്റെ സനദിനെ സംബന്ധിച്ച് പറഞ്ഞതാണ് ഉദ്ധരിച്ചത്. അതല്ലാതെ വാറോല എന്ന് പറഞ്ഞത് തെളിവിനല്ല. ഇവിടെ തെളിവിനല്ല ഉദ്ധരിച്ചത്, നിങ്ങൾ തെളിവിനാ ഉദ്ധരിച്ചത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ധരിച്ച തെളിവ് ഈ പറഞ്ഞ പണ്ഡിതന്മാരാരും അംഗീകരിച്ചിട്ടില്ല. മാത്രവുമല്ല ഒരു ഹദീസ് ലഈഫോ സ്വഹീഹോ എന്ന് വിശുദ്ധ ഖുർആനിലല്ല ഉണ്ടാവുക, അത് സ്വഹീഹായ ഹദീസിലുമല്ല വരിക. നേരെ മറിച്ച് ആ ഹദീസിന്റെ സനദിലുള്ള ആളുകളെ സംബന്ധിച്ച് റിജാലുൽ ഹദീസിന്റെ ചരിത്രം എഴുതി വെച്ച ഗ്രന്ഥങ്ങളിലാണ് അയാൾ സിഖത്താണോ അല്ലയോ എന്ന് രേഖപ്പെടുത്തുക. അതാണ് സലഫി ഉദ്ധരിച്ചത്. അതല്ലാതെ സലഫിയും മുജാഹിദും ബാലുശ്ശേരിയും തമ്മിൽ രണ്ടഭിപ്രായമല്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി സംസാരിച്ച മുസ്ലിയാർക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് പറഞ്ഞതുകൊണ്ടൊന്നും ഞാൻ ഈ പറഞ്ഞതിന് ഒരക്ഷരം പറയാൻ സാധിച്ചോ? ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ഉദ്ധരിച്ച നബി 20 നമസ്കരിച്ചു എന്നതിന് ഉദ്ധരിക്കാറുള്ള ഹദീസ് ദുർബലമാണ്, ലഈഫാണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി അത് സനദ് ഉദ്ധരിച്ചു പറഞ്ഞു. ഇമാം സർഖാനി പറഞ്ഞു, ഇമാം സുയൂത്തി പറഞ്ഞു, അതേപോലെ തന്നെ ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞു. ഇവരൊക്കെ തന്നെ തങ്ങളുടെ ഫതാവകളിലും മറ്റും ഉദ്ധരിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലും തെളിയിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 നമസ്കരിച്ചു എന്ന് തെളിയിക്കാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പായി, ഇമാമിങ്ങളെ മാനദണ്ഡമാക്കാതെ ഹദീസ് ചർച്ച ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ സമ്മതിച്ചല്ലോ, അതന്നെ ഏറ്റവും വലിയ വിജയം. ഇമാമിങ്ങൾ പറഞ്ഞത് പറയാതെ നിങ്ങൾക്ക് മിണ്ടാൻ കഴിയില്ല. പിന്നെ സലഫി അതൊക്കെ സ്വന്തം കൗമിനെ മുന്നിലിരുത്തിയിട്ട് മതി. ഇപ്പൊ ജമിയത്തുൽ ഉലമ നേതാവ് അവിടെ, ഇത് ഞങ്ങളോട് വേണ്ട. ഞങ്ങൾ തെളിവെന്താന്ന് പോലും മനസ്സിലാക്കാതെ പൊട്ടപ്പോയ തങ്ങൾ ഇപ്പൊ പറഞ്ഞത്. ഞങ്ങൾ ഇപ്പൊ എന്താ തെളിവ് പറഞ്ഞ ഞങ്ങൾ എന്തുകൊണ്ട് 20 നിസ്കരിക്കും? അതിന്റെ തെളിവെന്താ പറയുക? പഠിച്ചു വെച്ചോളൂ. ഇജ്മാ സ്വഹാബയാണ്, സ്വഹാബത്തിന്റെ ഐക്യകണ്ഠേനയുള്ള തീരും. അതെന്തുകൊണ്ടാ സ്വഹാബത്തിന് നോക്കേണ്ടി വന്നത്? പഠിച്ചു വെച്ചോ. സുയൂത്തി ഇമാം നിങ്ങൾ വായിച്ചില്ലേ? ഞങ്ങൾ വായിച്ചു തരാത്. ഇബ്നു ഹജർ പറഞ്ഞു ഞങ്ങൾ വായിച്ചു തരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനമാണ് ഒരു മുസ്ലിം ആദ്യം നോക്കുക. അതാണ് അലൈക്കും ബി സുന്നത്തി വ സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ. അപ്പൊ നബി തങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ ആലിമീങ്ങൾ നോക്കിയപ്പോ അതിൽ റക്അത്തിന്റെ എണ്ണം സ്ഥിരപ്പെട്ടു വന്നത് കണ്ടില്ല. അതാണ് സുയൂത്തി പറഞ്ഞത്. കള്ളത്തരം പറയുകയാണോ? എന്നിട്ട് നബി തങ്ങളുടെ പ്രവർത്തനത്തിൽ കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾ സ്വഹാബത്തിന്റെ ഇജ്മാ എടുത്തത്. പഠിച്ചോ. എന്നിട്ട് ഇയാൾ പറയാൻ നബി തങ്ങൾ നിസ്കരിച്ചത് അത് 20 ആണെന്നുള്ള ലഈഫാണ് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇജ്മാ സ്വഹാബ നോക്കിയത്. പഠിച്ചു വെച്ചോ. അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. നബി തങ്ങളുടെ പ്രവർത്തനത്തിൽ നേരെ മാതൃക കണ്ടില്ലെങ്കിൽ ഞങ്ങൾ സ്വഹാബത്തിന്റെ മാതൃക നോക്കും കേട്ടോ. അതാണ് ഇബ്നു ഹജർ പറഞ്ഞത്. അതാണ് സുയൂത്തി. എന്നിട്ട് ഇയാൾ വാസാനാകുക അത് ലഈഫാണ്. അത് ആരിവിടെ തെളിവാക്കി? ആര് തെളിവാക്കി? ഇവിടെ ഞങ്ങൾ പറഞ്ഞു അത് തെളിവാണെന്ന്. ഞങ്ങൾ പറഞ്ഞത് ഇജ്മാ സ്വഹാബ തെളിവാണ്. പഠിച്ചു വെച്ചോ. അൽ ഇജ്മാ മുഖദ്ദമുൻ അലൻ നസി. പഠിച്ചു വെച്ചോളൂ. ഇജ്മാ ഉണ്ടായാൽ ഇതൊക്കെ ആര് ജമിയത്തിലുള്ള നേതാവാക്കിങ്ങളെ? അതാണ് ഞങ്ങൾക്ക് അറിയാത്തത്. ഒരു ഉസൂലും പഠിക്കാതെ വന്ന് ഞങ്ങൾ പറഞ്ഞ തെളിവെങ്കിലും മനസ്സിലാക്കണ്ടേ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇവിടെ നബിതങ്ങൾ നിസ്കരിച്ചു അതാണ് ഞങ്ങൾ ഹദീസിലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നബിതങ്ങളുടെ നിസ്കാരത്തിന്റെ റക്അത്ത് വ്യക്തമായി ഒരു ഹദീസിലും കണ്ടിട്ടില്ല. 8 എന്നുള്ളത് ദഈഫാണ്, 20 എന്നുള്ളത് ദഈഫാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്വഹാബത്തിന്റെ ഇജ്മാ നോക്കിയത്. അപ്പൊ കണ്ടു ഉമർ തങ്ങൾ നിസ്കരിച്ച് 20
20 ഉമർ തങ്ങൾ നിസ്കരിച്ച 20 വന്നപ്പോൾ എന്ത് മനസ്സിലായി? നബി തങ്ങൾ നിസ്കരിച്ചതും 20 സ്ഥിരപ്പെട്ടു. കാരണം ഉമർ തങ്ങൾ നബിക്കെതിരെ ചെയ്യില്ല. അതുകൊണ്ട് ആ ഹദീസിന്റെ ലോഫ് പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പൊട്ടപ്പോഴത്തം പറയരുത്. വിവരമുള്ളവരുടെ മുമ്പിൽ നടക്കൂല. ഖൗമിന്റെ മുമ്പിൽ ഈ ഭാഗത്ത് ആരും സംസാരിക്കുന്നത്. ഖൗമിന്റെ മുമ്പിൽ നിന്ന് പൊട്ടപ്പോയത്തം വിളിച്ചു പറയാൻ നൗഷാദ് ഹസനിക്ക് എമ്പാടു കഴിയും. പക്ഷെ ഇവിടെ എന്റെ മുമ്പിൽ വെച്ച് ഇപ്പോഴെങ്കിലും ഈ സത്യം സമ്മതിച്ചുവല്ലോ, അതിന് ഞാൻ നന്ദി പറയുന്നില്ല. നിർബന്ധിത ഘട്ടങ്ങളിൽ ഇടയ്ക്ക് സംസാരിക്കരുത്. നിങ്ങളല്ല, ഞാൻ സംസാരിക്കുമ്പോൾ ആ ഭാഗത്ത് സംസാരിക്കാൻ പാടില്ല. ഇല്ല, അല്ല, അവിടുന്ന് പറഞ്ഞിട്ട് നേരത്തെ അപ്പുറത്ത് അതുപോലെ ഇവിടുന്ന് പറയുമ്പോ ആ സമയത്ത് തക്ബീർ പോലെയല്ല സംസാരം കഴിഞ്ഞിട്ടില്ല. സൈലന്റാ സമയം ഇവിടെ ആകുന്നുണ്ട്. സമയം ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞാൻ സംസാരിച്ചിട്ട് 2 മിനിറ്റ് ഞാൻ സംസാരിക്കണ എടുക്കാം. ഇനിതാ ഞാൻ സംസാരിക്കുന്ന 2 മിനിറ്റ്. അതല്ല സംസാരിക്കുന്നതിനിടെ നിങ്ങളാ നിർത്തിയത്, ഞങ്ങളെല്ലാം നിർത്തിയത്. സംസാരിച്ച് തുടങ്ങിയിട്ടാണ്. ഇവിടുത്തെ അസംബന്ധത്തിന് എന്ത് പറയും? നമുക്ക് ടാപ്പ് ചെക്ക് ചെയ്യല്ലേ തൊട്ട് മുമ്പ് നടന്ന ഈ ഭാഗത്തുണ്ടായത്? ഇല്ല, നിങ്ങൾ സക്കരിയാസലായി കൂക്കുമ്പോൾ ഇപ്പോൾ കൂക്കിയില്ലേ? നമുക്ക് ചെക്ക് ചെയ്യല്ലേ ഇപ്പൊ എടുത്തിട്ട്? 1 മിനിറ്റ്. അബ്ദുറഹ്മാൻ സലഫി, നിങ്ങളെ കൂടെയുള്ള നിങ്ങളല്ല അബ്ദുറഹ്മാൻ സലഫിന്റെ ഇപ്പൊ ഉണ്ടായ മാന്യതയെ അംഗീകരിക്കുന്നു. കൂടെയുള്ള ആളെ കുറിച്ചാണ് പറഞ്ഞത്. ആ നിങ്ങളെ മാന്യത സക്കരിയാസലായി കൂക്കിയതിനേക്കാൾ വലിയ കൂക്കാണ് നിങ്ങൾ കൂക്കിയത്. 10 പ്രാവശ്യം ആയില്ല എന്നുള്ളൂ. ഞാൻ എന്റെ സംസാരം എനിക്കൊരു മിന്ന വേണ്ട. നിങ്ങൾ സംസാരിച്ചു. അങ്ങനെ തന്നെയല്ലേ ഞങ്ങൾക്ക് അവസരം കിട്ടിയാൽ സംസാരിക്കും. ഓന്റെ സലഫി ദീൻ പറയാൻ അവസരം കിട്ടി ഞങ്ങൾ പറയുന്നത് യോഗതൊരു തർക്കമില്ല. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ സമ്മതിച്ചു. അത് ഞങ്ങളെ ബുക്ക് ഒന്ന് വായിച്ചു വന്നുകൊള്ളുന്ന പൊന്മളസ്ഥ ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട് വിഷയത്തിൽ. ഞങ്ങളെ പണ്ഡിതന്മാരൊക്കെ പുസ്തകം അതൊന്ന് വായിച്ചിട്ടല്ലേ അത് വൈഫാ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഞങ്ങൾ റസൂലുള്ളാഹി ഞങ്ങൾ ഇവിടെ എവിടെയും പറയുന്നതാ. എന്തുകൊണ്ട് സ്വഹാബത്ത് നിസ്കരിച്ചത് 20 അതല്ലേ ഇവിടുത്തെ വിഷയം. ആ സ്വഹാബത്ത് 20 നിസ്കരിച്ചത് കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു നബി തങ്ങൾ 20 നിസ്കരിച്ചത്. ഇനി വേറെ ഹദീസ് അതിന് ആവശ്യമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത് 20. അതുകൊണ്ട് നബി തങ്ങൾ 20. ഇതാ ഞങ്ങൾ പണ്ടേ പറയുന്നത്. അല്ലാതെ അതാണ് ഇബ്നു ഹജർ പറഞ്ഞത്, അതാണ് സുയൂത്തി ഇമാം പറഞ്ഞു നബി തങ്ങൾ നിസ്കരിച്ചത് എത്രയെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അങ്ങനെ സ്ഥിരപ്പെടാതെ വരുമ്പോൾ ഞങ്ങൾ ഖുലഫാഉർ റാഷിദിനെ നോക്കും. ഖുലഫാഉർ റാഷിദ് എത്രയാണ് നിസ്കരിച്ചത്? ഇബ്നു തൈമിയ്യ പറയട്ടെ 20. നിങ്ങളുടെ പുസ്തകം നിങ്ങളല്ലേ വലിയ ആളുകളല്ലേ ഇ.കെ. മൗലവി ടി.കെ. മൗലവി ഇലാഖിരിഹി അവരെന്താ പറഞ്ഞത് 20. നിങ്ങൾ ഇബ്നു തൈമിയ്യ അതുപോലെ ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞു 20. 4 മദ്ഹബിലെ പണ്ഡിതന്മാരും പറഞ്ഞു 20. പോകട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ ഇബ്നു ഹജർ അസ്ഖലാനി ഇവരൊക്കെ പറഞ്ഞത് 20. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. ഞങ്ങൾ തെളിവെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ എന്റെ മുന്നിൽ സമ്മതിച്ചു. ഞങ്ങൾ പണ്ടേ പറയുന്നത് തന്നെയാണ് അത്. ഞങ്ങൾ തെളിവ് ഇജ്മാഉ സ്വഹാബ. അതാണ് ഇവിടെ ബാലുശ്ശേരി പെട്ടുകിടക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം ഇപ്പൊ ചർച്ച ചെയ്യണം. വേറൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല. സ്വഹാബത്ത് നിസ്കരിച്ചത് എത്ര? അത് റസൂൽ നിസ്കരിച്ചു തന്നെ. അതിൽ വേറെ പറയും. അത് സമൂഹത്തിനോട് നിങ്ങൾ അത് പറഞ്ഞാൽ മതി. സ്വഹാബത്ത് എത്ര നിസ്കരിച്ചു അവർ സമൂഹം മനസ്സിലാക്കിക്കോടും നബി എത്ര നിസ്കരിച്ചു. അതിന് മേലെ സലഫിന്റെ ഉപദേശം ആവശ്യമില്ല. ഞങ്ങൾ കൃത്യമായി പറഞ്ഞു വിഷയത്തിൽ നിങ്ങൾ അകന്നു മാറി. ഇപ്പൊ ഞങ്ങൾ പറയുകയാണ് ഞങ്ങളെ വിഷയമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ച് 20. അത് തെളിയിച്ചാൽ സമസ്തയിലേക്ക് വരുന്നാണ് ഇയാൾ പറഞ്ഞത്. നിങ്ങൾ തൊട്ടടുത്ത് അതിന് എഴുതാൻ നിങ്ങൾ ധൈര്യമുണ്ടോ? നേരെ മുന്നിൽ നിന്നാ ചോദിക്കും ധൈര്യമുണ്ടോ? അത് 20 ഞങ്ങൾ തെളിയിക്കും. അല്ലാണ്ടാ ഇത്ര ആൺകുട്ടികളാണ് ഇത് അതിവിടെ എഴുതി. അതാണ് ശരി. നബി ഞങ്ങൾ നിസ്കരിച്ച് കൃത്യമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നോക്കാത്തത്. അത് ഞങ്ങൾക്ക് കൃത്യമായ റിപ്പോർട്ടിൽ കിട്ടിയില്ലെങ്കിൽ അത് വേറെ. അതാണ് ആലിമീങ്ങൾ പറഞ്ഞു. അത് രണ്ടും കൂടി കൂട്ടിപ്പോച്ച് രക്ഷപ്പെടുത്താനുള്ള നിങ്ങളെ തട്ടിപ്പ് ഞങ്ങളെ മുന്നിൽ നടക്കൂല. നിങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് വന്നത്. ഇബ്നു തൈമിയ്യ പറഞ്ഞു. ഒന്നുകൂടി വായിക്കുന്നു. അന്നഹു ഖദ് സബത. ഞാൻ എന്റെ ഒരു ചാൻസ് നിങ്ങൾക്ക് വിട്ടു തന്നത്. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയട്ടെ. നിങ്ങൾ 2 ചാൻസ് അല്ല 10 ചാൻസ് നിങ്ങൾക്ക് തന്നാലും ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹിയോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവോ 23 റക്അത്താണ് നമസ്കരിച്ചത് എന്ന് തെളിയിക്കാൻ സാധ്യമല്ല എന്ന് ഈ സദസ്സിനെ സാക്ഷി നിർത്തി ഞാൻ ആവർത്തിച്ചു പറയുകയാണ്. ഇനി ഇടയ്ക്ക് സംസാരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊരു മാന്യത. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുക ചെയ്ത്. ഇവിടുന്ന് ആരും മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് അത് വേണ്ട, അങ്ങനെ വേണ്ട. ഇനി നിങ്ങൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചതായി ഹദീസിൽ ഇത്ര റക്അത്ത് എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. 8 സ്ഥിരപ്പെട്ടിട്ടില്ല, 20 സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ വ്യക്തമാക്കട്ടെ, 11 എന്നത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വഖദ് ആറളഹു
ഹദീസു ആയിഷ ഹാദാ അല്ലദീ ഫി സ്വഹീഹൈനി മാ കൗനിഹാ അഅലമ ബിഹാലിൻ നബി ലൈലൻ മിൻ ഗൈരിഹാ. നബിയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിന് എതിരാണ് 20 എന്ന് പറഞ്ഞാൽ 20ഉം 8ഉം സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ആ ഹദീസിന് ഇത് എതിരാണെന്ന് പറയുക? 20 എന്നത് 11ന് എതിരാണ് എന്നതുകൊണ്ട് ഈ ഹദീസ് ദഈഫാണ്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ സനദും ദുർബലമാണെന്ന് ഞാനല്ല പറഞ്ഞത്. ഒന്ന് സ്ഥിരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ അംഗീകരിപ്പിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, 20 എന്ന് ഒരിക്കലും നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം, സ്വഹീഹായ ഹദീസിന് എതിര് ഇജ്മാഅ് ഞങ്ങൾക്ക് തെളിവുണ്ട്. ഇലാ യൗമിൽ ഖിയാമ 20 റക്അത്ത് ഇജ്മാഅ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഏതെങ്കിലും കിതാബുകളിൽ ആരെങ്കിലും ഇജ്മാഅ് എന്ന വാക്ക് എഴുതി വെച്ചാൽ അത് ഇജ്മാഅ് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലത്. എന്താണെങ്കിലും നബി നമസ്കരിച്ചതാണ് ഉമർ നമസ്കരിച്ചത്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വ ബഅദ്. അപ്പോൾ നമ്മൾ അബ്ദുറഹ്മാൻ സലഫി എഴുതി കൊടുക്കുന്നത് മൊത്തം വായിച്ചു തീർക്കാനുള്ള സമയത്തിന്റെ ഇടയിൽ ഇവർ വായിച്ചോട്ടെ സാറല്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഇപ്പൊ സംസാരിച്ച സംസാരത്തിൽ നിങ്ങൾ പറഞ്ഞത് ഇജ്മാഅ് ഉണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കൂല, അത് സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നത്. ആ വാദം എഴുതല്ലേ എന്നാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ എഴുതല്ലേ നമ്മൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഇജ്മാഅ് ഉണ്ട് തെളിയിക്കാൻ സാധിക്കൂല എന്നാണല്ലോ ഞങ്ങൾ പറയുന്നത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് 20 റക്അത്ത് നിസ്കരിച്ചു, സഹാബത്തിന് ഇജ്മാഅ് ഉണ്ട് തെളിയിക്കാൻ സാധിക്കും, അത് എഴുതല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഇത്ര നേരം ഇവിടെ വന്നത്. അതാണ് ഇപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ സലഫി പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കൂല, സാധിക്കുന്നതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്, ഇപ്പോഴും പറഞ്ഞത്. എന്നാ എഴുതുക നമ്മൾ പ്രശ്നം കഴിഞ്ഞല്ലോ, അത് എഴുതല്ലേ, ആ വാദം എഴുതുക. സമയമില്ല. അതിനിടക്ക് വേറെ കാര്യം ഞാൻ പറയട്ടെ, ഉള്ള സമയത്തൊരു കാര്യം കൂടി പറയട്ടെ. ഇവരിവിടെ വന്നിട്ട് ഉദ്ധരിച്ചു കുറെ ഇമാമിങ്ങളെ. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ദീനിൽ ബിദ്അത്ത് ചെയ്യുന്ന ആളുകളെ ഒരു ഹദീസ് ദുർബലമാണെന്നോ ആ ഒരു പ്രമാണമല്ല എന്നോ പ്രമാണമാണെന്നോ പറഞ്ഞത് സ്വീകരിക്കാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ അദാലത്തില്ലാത്തവന് ഷഹാദത്തിന് പറ്റുമോ? ഇവർ പറയുന്നത് ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ മുഹത്തിൽ 11 റക്അത്തിന്റെ ഹദീസ് ഉദ്ധരിച്ചു. അതുപോലെ വേറെ കുറെ ഇമാമിങ്ങളെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഓലക്ക് എന്താണ് മറ്റേ ഹദീസ് ലൈഫ്, ഓല് പറഞ്ഞ അങ്ങനെ സ്വീകരിക്കുക. കാരണം ഈ ഇമാം മാലിക് ബിദ്അത്ത് ചെയ്ത ആളല്ലേ. ഇമാം മാലിക് 20 നിസ്കരിച്ച് നിങ്ങളെ വിചിന്തന പറഞ്ഞത്. ഇമാം മാലിക് 20 നിസ്കരിച്ച് നിങ്ങളെ വിചിന്തനം പറയുന്നു. 20 നിസ്കരിച്ച ഇമാം മാലിക് ചെയ്തത് ബിദ്അത്താണെന്നല്ലേ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഇമാം മാലിക് പറഞ്ഞത് ഒരു ഹദീസ് സഹീഹ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലൈഫ് എന്നാണ് തെളിവാക്കാൻ പറ്റുക? ഒരു ബിദ്അത്തുകാരന്റെ വാചകം ഒരു ബിദ്അത്തുകാരൻ പറഞ്ഞത് തെളിവാക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇബ്നു ഹജർ നിങ്ങളെ പറഞ്ഞു, ഇമാം സുയൂത്തിയെ പറഞ്ഞു, KM മൗലവി അടക്കം ഇബ്നു തൈമിയ അടക്കം എല്ലാവരും പറഞ്ഞു. പക്ഷെ അവരൊക്കെ പറഞ്ഞത് 20 എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ അവർ തെളിവായി ധരിക്കുന്നത് എങ്ങനെയാണ്? 20 റക്അത്ത് തറാവീഹാണെന്ന് പറയുന്നത് ബിദ്അത്താണെന്ന് പറയാനാണ് നിങ്ങൾ വന്നത്. ഇവരൊക്കെ 20 റക്അത്ത് നിസ്കരിച്ചവരാണ്. ആ 20 റക്അത്ത് നിസ്കരിച്ച ആളുകൾ മുബത്തദികളാണ് എന്നിരിക്കെ, റസൂലുള്ളാഹിന്റെ പ്രവർത്തനത്തിനെതിരെ ചെയ്തവരാണെന്നിരിക്കെ അവർ പറഞ്ഞ വിഷയത്തെ എങ്ങനെ നിങ്ങൾക്ക് തെളിവാക്കാൻ കഴിയുന്ന ഞങ്ങൾ ചോദിക്കുന്നത്? വാദം അല്ല, നിങ്ങൾ ഞാൻ പറയട്ടെ, എന്റെ 2 മിനിറ്റ് ഞാൻ പറയട്ടെ. എന്റെ 2 മിനിറ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു ബേജാറ്? എന്നാ പിന്നെ ഞാൻ സംസാരിക്കട്ടെ. അതെ, ബേജാറാവുന്ന സാധനം അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ ആദ്യം നൗഷാദ് ഹസന് പറഞ്ഞു നബി നമസ്കരിച്ചത് കണ്ട് പഠിച്ചാണ് ഉമർ നമസ്കരിച്ചത്, അതുകൊണ്ടാണ് 23 നമസ്കരിച്ചത്. അതൊന്ന് എഴുതിയിട്ട് അതൊന്ന് തെളിയിച്ചാട്ടെ. ആദ്യം നബി 23 റക്അത്താണ് നമസ്കരിച്ചത് എന്ന് നൗഷാദ് ഹസനിക്ക് വാദമുണ്ടെങ്കിൽ അത് എഴുതി ആദ്യം തെളിയിക്ക്. എന്നാ നബി 23 നമസ്കരിച്ചു എഴുതിയിട്ട് അത് തെളിയിക്കുക ആദ്യം. ഒന്നാമത് അതാണ് തെളിയിക്കേണ്ടത്. നബി 20 23 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? 20 റക്അത്ത് തറാവീഹ് 3 വിത്തറുകൾ ഒഴിവാക്കണമെങ്കിൽ ഒഴിവായിക്കോ, 2 ആണെങ്കിലും ശരി. നബി 20 റക്അത്ത്, ഈ ചോദ്യോത്തരം വേണ്ട, എന്റെ 2 മിനിറ്റ് ഞാൻ പറയാം. നബിയുടെ 20 റക്അത്ത് നബി നമസ്കരിച്ചു എന്ന് തെളിയിക്കാൻ സാധ്യമല്ലെന്ന് നൗഷാദ് ഹസനി അവസാനം പറഞ്ഞു. ആദ്യം പറഞ്ഞത് നബി നമസ്കരിച്ച ആ റക്അത്തിന്റെ എണ്ണം സ്വഹീഹായി വന്നിട്ടില്ല, കൂട്ടത്തിൽ 8ഉം വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇജ്മാഅ് അവലംബിക്കേണ്ടി വന്നത് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന്റെ റക്അത്തോ അതിന്റെ രൂപമോ പഠിക്കാൻ പിൽക്കാലത്ത് വന്ന ആരെങ്കിലും അഭിപ്രായങ്ങളെ മാനിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് സ്വഹീഹായ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങളെപ്പോലെ ഞങ്ങൾ മുഖല്ലിദീങ്ങളല്ല. ഏതെങ്കിലും ഒരു കിതാബിൽ ഒരു പണ്ഡിതന്റെ അഭിപ്രായം കണ്ടാൽ അന്ധമായി അനുകരിക്കുന്ന പ്രശ്നം ഞങ്ങൾക്കില്ല. ഇബ്നു തൈമിയ ആണെങ്കിലും ഇബ്നു അബ്ദുൽ വഹാബിനെ ആണെങ്കിലും ഇമാം ഷാഫി ആണെങ്കിലും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരാളുടെ ലേഖനമാണെങ്കിലും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും
അത് സ്ഥിരപ്പെട്ടതാണെങ്കിൽ മാത്രം അത് സ്വീകരിക്കും, അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന പ്രശ്നം ഇസ്ലാഹി പ്രസ്ഥാനത്തിനില്ല. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്. ആ നിലപാട് പഠിപ്പിച്ചു തന്നവരാണ് മദ്ഹബിന്റെ ഇമാമുകളൊക്കെ. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വാദം കേട്ടോ. ഈ തൊപ്പ് പറഞ്ഞെന്താ, ഇബ്നു തൈമിയെ തള്ളാൻ മൂപ്പര് ഒരുങ്ങി അല്ലെ എന്നതാ. ഇബ്നു തൈമിയെ തള്ളുന്നത് ഖുർആൻ തള്ളുന്നതിന് തുല്യമാണ് നിങ്ങളെ വിചിന്തനം. മറുപടി പറയുന്നത് നിങ്ങളെ ഇബ്നു തൈമിയ എന്താ പറഞ്ഞത് വായിച്ചാൽ കേട്ടോളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഫഇന്നഹു ഖദ് സബത അൻ ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കാന യഖൂമു ബിന്നാസി 20 റകഅ. റമദാനിൽ 20 നിസ്കരിച്ചിരുന്നത് നിങ്ങളുടെ ഇബ്നു തൈമിയാണ് പറഞ്ഞത്. അപ്പൊ ഇബ്നു തൈമിയെ തള്ളുന്നത് ഖുർആൻ തള്ളുന്നതിന് തുല്യമാണ് നിങ്ങൾ മാസിക പറഞ്ഞു. ഇതൊക്കെ ഇത് ഒരുപാട് വായിക്കാനുണ്ട് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതാ തീരുമാനിച്ചാൽ മതി. പിന്നെ നൗഷാദിനെ പറഞ്ഞ എനിക്ക് തിരിഞ്ഞില്ല, ഞാൻ ഒന്നുകൂടി പറഞ്ഞത് കേട്ടോ. റസൂലുള്ളാഹി തങ്ങളെ ഹദീസിൽ നിന്ന് നബി തങ്ങൾ എത്ര ചെയ്തു എന്ന് വ്യക്തമല്ലാത്തതുകൊണ്ട് നമ്മൾ സ്വഹാബത്തിന്റെ ഇജ്മാഅ് നോക്കി. അപ്പൊ മനസ്സിലായി നബി തങ്ങളുടെ സ്വഹാബി മൊത്തം നിസ്കരിച്ചത് ആരാണ്? നിങ്ങൾ ഇബ്നു തൈമിയ പറഞ്ഞു. ഒരാളും എതിർക്കാതെ 20 നിസ്കരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായി നബി നിസ്കരിച്ചിരുന്നതാണ്. എന്തുകൊണ്ട്? സ്വഹാബത്ത് നിസ്കരിച്ചിരുന്നതാണ്. അതാർക്കും അത്ര പറഞ്ഞ് മനസ്സിലാവാനുള്ള പണി അത് മാനുഷേരിന്റെ ബുദ്ധിമുട്ടുണ്ട്, ആർക്കും മനസ്സിലാവും. അത്രയുള്ള വിഷയം. ഏത്? സ്വഹാബത്ത് നിസ്കരിച്ചിരുന്നു, ഒരു നക്കീറുമില്ല, ഒരാളും എതിർത്തിട്ടില്ല. അപ്പൊ മനസ്സിലായി ഇവർ നിസ്കരിച്ചു. അതുകൊണ്ട് ഞങ്ങളെ വാദം ഞങ്ങൾ എഴുതി. സുന്നി വാദം ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് നിസ്കാരം നിർവഹിച്ചത് 20 റക്അത്താണ്. ഇതാണ് ഇവിടെ ഉള്ളത്. അതിനെതിരെ നിങ്ങൾക്ക് അല്ലാന്ന് എഴുതാൻ തരം നിങ്ങൾ എഴുതി, ബാക്കി നിങ്ങൾ ഇജ്മാഉം കരയും അപ്പം പറയും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എഴുതിയ വാദത്തിനെതിരെ നിങ്ങൾ എഴുതി. അതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് എഴുതിക്കോ, ബാക്കി നിങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ വാദം ഞങ്ങൾ പറയുകയും എഴുതുകയും ചെയ്യാം. ഇവിടുത്തെ പ്രശ്നം വേഗം പറ, അത്രയൊന്നും അടിച്ചു പറയുന്നു വേണ്ട, ഞങ്ങളുടെ സൗകര്യത്തിനെ പറയൂ. അത് കേൾക്കുക. അതെ, അത് കേൾക്കുക. എന്റെ 2 മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കുക. അതിനുള്ള ഒരു മനസ്ഥിതി കാണിക്കുക. നിങ്ങൾ ഇപ്പോഴും പറഞ്ഞത് നബിയുടെ നമസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണം വ്യക്തമല്ല. നബിയുടെ നമസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണം വ്യക്തമാണ്. അത് തെളിയിക്കാൻ സന്നദ്ധമാണ്. എന്നാൽ 20 റക്അത്ത് നബി നമസ്കരിച്ചു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം 8ഉം 11 11 റക്അത്താണ്. വിത്ർ ഉൾപ്പെടെ 11 റക്അത്താണ് നബിയുടെ തറാവീഹ് നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം. അത് തന്നെയാണ് സഹാബത്ത് സ്വീകരിച്ചു വന്നത്. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് അടക്കമുള്ളവർ നടപ്പാക്കിയത്. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്. ഇതാണ് ഈ വിഷയത്തിൽ ഞങ്ങളുടെ വാദം. അത് ഞങ്ങൾ തെളിയിക്കാൻ സന്നദ്ധമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദമായി ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നത്. പിന്നെ ഇബ്നു തൈമിയ്യയുടെ വാചകം അതൊക്കെ വായിച്ചു വന്നവരാ ഞങ്ങള്. അതേപോലെ തന്നെ ഇമാം മാലിക്കിൻ്റെത് നിങ്ങൾ കാണാത്തത് നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങൾ കാണേണ്ടി വരും, നിങ്ങൾ സമ്മതിക്കേണ്ടി വരും എന്നേ ഇപ്പൊ പറയാനുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഈ വാദം എഴുതി തുടങ്ങാം. ഞാൻ വിചിന്തനം പഠിപ്പിച്ചരാ ഇത് കേട്ടോ. 4 മദ്ഹബുകളുടെ ഇമാമിയങ്ങളും ഖിയാം റമദാൻ വിത്റിന് പുറമെ 20 റക്അത്താണ് അഭിപ്രായപ്പെട്ടവരാണ്. പഠിച്ചോ വിചിന്തനം. മാലിക് ഇമാമയിൽ പെടൂലേ? ആരോടാ പോലും ഇതൊക്കെ പറയുന്നത്. പിന്നെ ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ തന്നെ തീരുമാനം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഇതാ നിങ്ങളെ കിതാബാണ്, നോക്കിക്കോളൂ. തറാവീഹ് 20 ആണ്. അപ്പൊ അഹ്ലുസുന്ന പറഞ്ഞ ആരാ? സലഫിയും ബാലുശ്ശേരി മാത്ര? അത് ഇക്കാലത്തുള്ള ആളുകൾ മാത്ര? എന്തെങ്കിലും ഈ പറയുന്നത്? ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല 20 ആണ്. ഈ കൊണ്ടുപോവാ ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളെ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത് വളരെ വ്യക്തമാണ്. എല്ലാവരും 20 ആണെന്ന് പറഞ്ഞ് 11 പറഞ്ഞ് 8 പറഞ്ഞ ഒരൊറ്റ പണ്ഡിതനില്ല, ഈ മൗലവിമാരല്ലാതെ. അപ്പൊ അതുകൊണ്ട് അത് പറയണ്ട. ഞങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിന്റെ എണ്ണം ഹദീസിൽ നിന്ന് വ്യക്തമല്ല. അത് ഞങ്ങൾ തെളിയിക്കും. അത് അടുത്ത സെഷനിൽ എഴുതിക്കോ. ഇപ്പൊ ബാലുശ്ശേരിയാണ് കൊണ്ടുവന്നത് ജിഷാനും. അതെന്തിനാ? ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത നിസ്കാരം 20 ആണ്. അതിപ്പോ എഴുതോ? ഞങ്ങൾ എഴുതി. അത് എഴുതാൻ ധൈര്യം ഉണ്ടോന്നാണ്. മറ്റൊരു അപ്പുറത്തങ്ങൾ എഴുതി തരാം. നാളെ വന്നോ, ഞങ്ങൾ റെഡിയല്ലേ? ഞങ്ങൾ അതിനുവേണ്ടി ജീവിക്കുന്നവരാ. അത് വേറെ എഴുതാ. ഇപ്പൊ ബാലുശ്ശേരി റൂട്ട് മാറ്റാൻ ഞങ്ങൾ അനുവദിക്കുന്ന ബാലുശ്ശേരി നിങ്ങളെ പിടിച്ചു കെട്ടിയിടും. പിടിച്ചു കെട്ടിയിരിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത് 20 ആണ്. അത് ഞങ്ങൾ എഴുതി. അതല്ലാന്ന് കേട്ടോ എഴുതി. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച 11 ധൈര്യമുള്ളിൽ എഴുതി. ബാക്കി കേൾപ്പിച്ചു തരപ്പോ അതല്ലേ ഇപ്പോഴല്ലേ അത് ഉമർ റളിയല്ലാഹു അൻഹു നബിക്കെതിരെ ചെയ്യും. അത് ജനങ്ങൾ തീരുമാനിച്ചോളും. നിങ്ങളതിൽ ഇടപെടേണ്ട. അത് ആളുകൾക്കറിയാം. ഏറ്റവും ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ നബിതങ്ങളെതിരെ ചെയ്യൂ. അപ്പൊ അതുകൊണ്ട് ഇത് പറയേണ്ട കൃത്യമാണ്. ഞങ്ങളെ വാദം ഞങ്ങൾ എഴുതി കഴിഞ്ഞത്. ആ വാദം സുന്നിവാദം ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് നിസ്കാരം നിർവഹിച്ചത് 20 റക്അത്താണ്. അല്ലാതെ കൂടെ എഴുതികൾ അപ്പൊ ഇജ്മാഅ് വരൂലേ? അതാണ്. അതിനിപ്പുണ്ടോ? അതാ ചോദിച്ചു. നബിതങ്ങളുടെ അടുത്ത് നാളെ എഴുതിക്കോ. ഇവിടെ അടുത്ത സംവാദം നടത്തിക്കോളൂ. ഞങ്ങൾ റെഡി. ഞങ്ങൾ എസ്ഒഎസിന്റെ പ്രതി കൊണ്ട് നിങ്ങൾ ISMO KNMO ഇലാഖിരി ഏതെങ്കിലും എഴുതിക്കോ. അതെ, അത് പറഞ്ഞിരിക്കോ. ഇപ്പൊ ഇതിനുണ്ടോന്നാ ചോദിച്ചു. ഇതിനുണ്ടെങ്കിൽ ഉണ്ട് എന്നറിയില്ല, ഇല്ലാതെ. അത്രേ ഉള്ളൂ. വേറെ വിഷയമൊന്നുമല്ലേ ഇവിടെ
പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്ട. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വാദം ചോദിച്ചു, ഞാൻ പറഞ്ഞു. അത് കുറിച്ചു വെച്ചതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം വിത്ർ ഉൾപ്പെടെ 11 റക്അത്താകുന്നു. ഞാനൊന്ന് വായിച്ചോട്ടെ. എന്റെ സമയം ഉണ്ടാതിരിക്കുക. തറാവി മുഴുവൻ കേൾക്ക് ചങ്ങാതി. ആദ്യം ഒന്ന് സലഫി ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ നേരത്തെ ബാലുശ്ശേരി പറഞ്ഞ വാദമായിട്ടാണ് വന്നത്. ആ വാദം ഇവിടെ പറഞ്ഞത് മുജാഹിദ് ബാലുശ്ശേരിയും ജിഷാൻ മാഹിയും തമ്മിലുണ്ടായ തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണത്തെ സംബന്ധിച്ചുണ്ടായ ചർച്ചയുടെ അടിസ്ഥാനം ഇവിടെ എഴുതി ഒപ്പിട്ടത് അബ്ദുറഹ്മാൻ സലഫി. ഞാൻ പറഞ്ഞോളാം, ഇവിടെ നിങ്ങൾ തന്നെ എഴുതിയതാണിത്, ഞങ്ങളല്ല എഴുതിയത്. നിങ്ങൾ എഴുതിയത് ജിഷാനും ബാലുശ്ശേരിയും തമ്മിലുള്ള ചർച്ചയാണ്. ഇത് നിങ്ങൾ പുതിയ ചർച്ചയാണ്. സലഫി നിങ്ങളെ ബഹുമാനിക്കുന്നു. നിങ്ങൾ മറ്റൊരു ദിവസം നിങ്ങൾക്ക് 2 മിനിറ്റ് തരാം. പക്ഷെ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ വിഷയം പറയുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഞങ്ങൾ മറുപടി പറയും. കളയരുത്. ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ ആ വാചകം മാത്രമല്ല ഇതുവരെ പറഞ്ഞത്. ബാലുശ്ശേരി നിങ്ങൾ പറയണ്ടാവും. ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളെ കമലപ്രസംഗം എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എന്തെങ്കിലും പറയാൻ പറ്റൂല. വിഷയത്തിൽ ചർച്ച ചെയ്യണം. വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് തോന്നിവാസം പറയുന്നതിനേക്കാളേറെ അബ്ദുറഹ്മാൻ സലഫിയാണ് ഇപ്പൊ തോന്നിവാസം കാണിക്കുന്നത്. കാരണം അബ്ദുറഹ്മാൻ സലഫി എഴുതിയത്, ജിഷാൻ എഴുതിയത്, അതുപോലെ ബാലുശ്ശേരി എഴുതിയ വിഷയം, ഈ വിഷയത്തിലെടുത്ത തീരുമാനത്തെ കുറിച്ച് ചർച്ച ചെയ്യാതെ ബാലുശ്ശേരി പറഞ്ഞതെടുക്കാതെ വാഴക്കാട് വെച്ചിട്ട് പറഞ്ഞതുപോലെ പറ്റൂല. ഇതാണ് സുന്നികളുടെ പറഞ്ഞതിന് പോലും വലിച്ചെഴുതിയിട്ടാണ് സംസാരിക്കുന്നത്. ബാലുശ്ശേരിക്ക് ഇപ്പുറത്ത് വന്നിരിക്കുന്ന സമയം കഴിഞ്ഞു. ബാലുശ്ശേരി ഇപ്പുറം വന്നിരിക്കുന്ന സമയം കഴിഞ്ഞിപ്പോ. കാരണം കൂടെയുള്ളവരാൾ പറയാൻ കഴിയുന്നില്ല. ഈ നിലയിൽ എന്താണ് അതുകൊണ്ട് ശൈലി നിർത്തണം. ഈ പറയപ്പെട്ടത് വായിക്കാനും അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വിഷയം ചർച്ച ചെയ്യും. വിഷയത്തിലേക്ക് വരൂ. ആ വായിച്ചോളൂ. അത് വായിക്കും. അതിൽ അബ്ദുറഹ്മാൻ സലഫി എന്നല്ല ഉള്ളത്. ഇരിക്കാം ഒരു മിനിറ്റ്. അതിലുള്ളത് അബ്ദുറഹ്മാൻ സലഫി എന്നല്ല, ജിഷാനും ബാലുശ്ശേരി എന്നാണ്. ആ വിഷയത്തിലേക്ക് തിരിച്ചു വരണം. ഓക്കെ, അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ അവസരം പറഞ്ഞോ. എന്റെ അവസരം ഒരിക്കൽ ഞാൻ അടുത്ത അവസരം കൂടി കൊടുത്തു. അടുത്ത അവസരമാണ് ഞാൻ വിഷയം സംസാരിച്ച എന്റെ അവസരമാണിത്. ഇരിക്കൂ. എന്റെ 2 മിനിറ്റ്. അതെ, ഞാനിതാ ഈ എഴുതിയ വ്യവസ്ഥ, ഈ വാചകം ഞാൻ എഴുതിയുണ്ടാക്കിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ചർച്ച ഇത്ര നടന്നു. നിങ്ങളൊക്കെ പലതും പറഞ്ഞു. ആ കൂട്ടത്തിൽ ഞാൻ എഴുതിയ ഒരു വാചകം പകുതി വെച്ച് നിങ്ങൾ നിർത്തിക്കാണ്. ഇത് മുഴുവൻ ഞാൻ വായിക്കട്ടെ. മുഴുവൻ വായിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു. തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം വിത്ർ ഉൾപ്പെടെ 11 റക്അത്താകുന്നു. നബി നമസ്കരിച്ചതും ഉമർ ഇബ്നുൽ ഖത്താബ് കൽപ്പിച്ചതും 11 തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ വാദം. നബിയെ തള്ളിയിട്ട് ഒരു ഉമറിനെ മാത്രം എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നബിയെ തള്ളിയിട്ട് ഉമറിനെ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അതുകൊണ്ട് നബി പഠിപ്പിച്ചതും ഉമർ കൽപ്പിച്ചതും രണ്ടും ഒരുമിച്ചെടുക്കണം. തറാവീഹിന്റെ റക്അത്തുകളുടെ വിഷയത്തിന്റെ എണ്ണത്തിലും അല്ലാത്ത വിഷയങ്ങളിലും ഉമർ ഇബ്നുൽ ഖത്താബിനെയും മുഹമ്മദ് നബിയെയും ഒരുമിച്ച് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല അബ്ദുറഹ്മാൻ സലഫി ഇത്തരം തൊള്ളാനും കൊള്ളാനും ഉമർ റളിയല്ലാഹു പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കരിയ അബ്ദുറഹ്മാൻ സലഫിന്റെ മാതിരി തമ്മിൽ കോർത്തും കൊണ്ടാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇടയിൽ ഒരു ചക്കളത്തി പോരുണ്ടോ? അബ്ദുറഹ്മാൻ സലഫിന്റെ സക്കരിയ സുലൈഹിന്റെ ഇടയിലുള്ള മാതിരി മുണ്ടി പോകരുത്. മുണ്ടാതിരിക്കാൻ പറയും. അത് പറ്റൂല. എന്റെ അവസരാണ്. എന്റെ അവസര ഞാൻ പറയട്ടെ. എന്റെ അവസരത്തിൽ ഞാൻ പറയണം.
മൂസ നേരത്തെ നിങ്ങളാണ് മാന്യത, നിങ്ങളാണ് അവിടുന്ന് നേരത്തെ നിങ്ങൾ ശിഹാബുകളെ കുറിച്ച് നിങ്ങൾ നന്നാക്കണ്ട. ശിഹാബ് തങ്ങളെ ചീത്ത പറഞ്ഞ നിങ്ങൾ പറയരുത്. ശിഹാബ് നിങ്ങൾ അംഗീകരിക്കോ? ശിഹാബ് അംഗീകരിക്കോ? ഇല്ലല്ലേ? ശിഹാബ് നിങ്ങൾ അംഗീകരിക്കില്ലല്ലോ. ശിഹാബ് അംഗീകരിക്കുന്നില്ലല്ലോ. നിങ്ങൾ വ്യക്തിപരമോ? നിങ്ങൾ ശിഹാബ് ചീത്ത പറഞ്ഞവരല്ലേ? നിങ്ങൾ ശിഹാബ് തങ്ങളെ മാത്രമല്ല സക്കരിയ സ്വലാഹി ആയിരുന്നു. നമുക്ക് പ്രശ്നമുണ്ട്. CD വേണോ? യൂട്യൂബിലുണ്ട്, വേണോ? ജിഷാനെ കുറിച്ച് നേരത്തെ അടുക്ക്. ജിഷാനെ കുറിച്ച് സെലഫിയും സെലഫിയല്ല ഇവിടെ. ഒരു മിനിറ്റ്, ഈ ചർച്ച തുടരണമെങ്കിൽ ഇവിടെ ഈ സംസ്കാരം എന്റെ അവസരം. ഇവിടെ ശിഹാബ് തങ്ങൾ കാന്തപുരമല്ല, സെലഫി സക്കറിയ സ്വലാഹിയല്ല. എന്റെ അവസരമാണ്, മിണ്ടാതിരിക്കരുത്. ശിഹാബ് തങ്ങളും കാന്തപുരമല്ല. നീ ആരുമല്ല. ഇവിടെ കാന്തപുരവും ശിഹാബ് തങ്ങളും അല്ല, സെലഫിയും സലാഹിയല്ല. ശിഹാബ് തങ്ങൾ ചീത്ത പറയൽ റോഡില്. ഇവിടെ സെലഫിയും സക്കറിയ സലാഹിയല്ല. തറാവി വിഷയം പറ. മമ്പാട്ടുകാരൻ റോഡ് പറഞ്ഞോള. രാമന്തലോടി ശിഹാ ശിഹാബ് തങ്ങൾ ചീത്ത പറയലും കാന്തപുരം റോഡിൽ. ഇവിടെ അതില്ല. ഞാൻ പറയട്ടെ. അതായത് നേരത്തെ ഞങ്ങൾ ഈ ശബ്ദങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നിശബ്ദമായതാണ്. പിന്നെ അദ്ദേഹം അതിൽ ഇടപെടാൻ പാടില്ല. നമ്മളിവിടെ ഉമർ റളിയല്ലാഹുവിനെ പറ്റി പറയണേ, ഇബ്നു തൈമിയനെ പറ്റി പറയണേ, ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റി പറയണേ, ആർക്കും ഈമാൻ ചൂടാണില്ല. സക്കരിയ സ്വലാഹിന്റെ പേര് പരാമർശിക്കപ്പെടുമ്പോൾ അത്ര ഈമാൻ ചൂടാല് അതിന് ഗണ്ണനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. തെരുവിൽ വന്നിട്ട് കാന്തപുരത്തെ കുതിര കയറുമ്പോ നിങ്ങൾക്ക് ഈമാനൊന്നുമില്ല. അപ്പൊ അത് വേറെ വിഷയം. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം, ഞങ്ങൾക്ക് പറയാനുള്ളത് പറയും. ഇവിടെ ഈ വിഷയത്തിൽ ജിഷാനും പിന്നെ ബാലുശ്ശേരിയും തമ്മിലുള്ള തർക്കം ഉമർ റളിയല്ലാഹു തആല നിസ്കരിച്ചോ നിസ്കരിച്ചില്ല എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു തആല 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചോ ഇല്ലേ എന്നതാണ്. അത് നിസ്കരിച്ചു എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 നിസ്കരിച്ചു എന്നായി. എന്തെങ്ങൾക്ക് ഉമർ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് പൊരുത്തല്ലാതെ ചെയ്തു എന്ന് പച്ചമലയാളത്തിൽ മലയാളികളോട് പറ. അല്ലെങ്കിൽ അല്ലാതെ ഉമർ റളിയല്ലാഹു തആല 20 നിസ്കരിച്ചു എന്ന് കൃത്യമായി നിങ്ങൾക്കറിയാം, അതിന് തെളിവുണ്ട് എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ അത് എഴുതാത്തത്. അതുകൊണ്ടാണ് MT അബ്ദുറഹ്മാൻ മൗലവി സ്വഹാബത്തിനെ തള്ളിയത്. എന്താ ഈ ചർച്ച? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തെ കുറിച്ച് 1000 വട്ടം സംവാദത്തിന് ഞങ്ങൾ റെഡിയാ. ഉച്ച കഴിഞ്ഞിട്ട് ഇരിക്കാൻ നമ്മള് വ്യവസ്ഥ ചെയ്താ, സംഘടനാപരമായി കത്ത് കൈമാറി വ്യവസ്ഥ ചെയ്ത. ഈ വിഷയം ജിഷാനും ബാലുശ്ശേരിയും തമ്മിലുള്ള ചർച്ച അവസാനിച്ചത്, ആ ചർച്ച അവസാനിച്ചതിന്റെ ഇതിലുണ്ട്. അതെന്താണ്? ഉമർ റളിയല്ലാഹു തആല 20 നിസ്കരിച്ചോ നിസ്കരിച്ചില്ല എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു തആല നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ സ്വഹാബത്തിന്റെ ഇടയിൽ തർക്കല്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിലും സ്വഹാബത്തിന്റെ ഇടയിലും പിന്നെ ഒരു തർക്കല്ല. അതാ ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ നിങ്ങളുടെ ഇടയിൽ അത് തർക്കമുണ്ടാവും. മുജാഹിദ് പ്രസ്ഥാനത്തിൽ സക്കരിയ സ്വലാഹിക്ക് താടി കുറയമാണെന്ന അബ്ദുറഹ്മാൻ സലഫിന്റെ താടിക്കനുസരിച്ച് സക്കരിയ സ്വലാഹിന്റെ വാദം കാഫിറാണ് എന്നാ. അത്തരം ഒരു ചർച്ച റസൂലുള്ളാഹിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെയും ഇടയിലില്ല. അതെ, അത് അങ്ങനെ തന്നെയല്ലേ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇടയിലും റസൂലുള്ളാഹിന്റെ ഇടയിലും അങ്ങനെ ഒരു വിഷയമല്ല. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും മസലയാണ്, മതവിധിയാണ്. ഒരാളുടെ താടിയെ സംബന്ധിച്ച് മതവിധി ഉണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും റസൂലുള്ളാഹിന്റെ ഇടയിൽ ഒരു തർക്കല്ല. റസൂലുള്ള നിസ്കരിക്കാത്തത് ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കൂല. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു തറാവി 20 എന്ന് ഞങ്ങൾ ആണയിട്ട് പറയുന്നു. അത് എഴുതാൻ ഞങ്ങൾ റെഡിയാണ്. അബ്ദുറഹ്മാൻ സലഫി റെഡിയാണെങ്കിൽ വെള്ളക്കള്ളാസിൽ എഴുതിക്കോളൂ. ഞങ്ങളെ വാദത. മിസ്റ്റർ വഹാബ്, എന്റെ രോമങ്ങൾ എവിടെയൊക്കെ ഉണ്ട്, എത്ര എടുക്കേണ്ട പണി തങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. എന്റെ മുടി ശരിയാക്കാൻ വേറെ ചില ആളുകൾ ഏൽപ്പിച്ചതാണ്. അതിന് താങ്കൾ തൽക്കാലം നോക്കേണ്ടതില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്പം നേരത്തെ പറഞ്ഞ പോലെ
പോലെ വ്യക്തിപരമായി പരാമർശിക്കലും രോമത്തിന്റെ നീളമളക്കലും അല്ല. നബി 20 നമസ്കരിച്ചിട്ടുണ്ടോ, ഉമർ 20 നമസ്കരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഞാനല്ല നബിയുടെ നമസ്കാരത്തിലേക്ക് ഞാനല്ല സംസാരിക്കുന്നത്. ഞാനല്ല നബിയുടെ നമസ്കാരം ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മറിച്ച് നൗഷാദ് അഹ്സനിയുടെ സംസാരത്തിൽ നബി ചെയ്തതേതോ ഉമറും ചെയ്തു. നബിയുടെ നമസ്കാരം കണ്ടുപഠിച്ചാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കരിച്ചത് എന്ന് അദ്ദേഹം സംസാരിച്ചത് ഞാൻ അപ്പോൾ കുറിച്ചു വെച്ചതാണ്. അതുകൊണ്ടാണ് തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണത്തിൽ നബിയെ തള്ളിക്കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു നമസ്കാരമില്ല. അതിനാലാണ് നബി നമസ്കരിച്ചത് 8ഉം 3ഉം 11 റക്അത്താണ് എന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ വ്യംഗ്യമായി നൗഷാദ് അഹ്സനി നിഷേധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് നബിയുടേത് 20എന്നോ 8എന്നോ സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇജ്മാഇ എടുക്കേണ്ടി വന്നത് എന്നാണ്. നിങ്ങൾക്ക് ഒരു സ്വഹാബിയിൽ നിന്ന് പോലും സ്വഹീഹായി ഒരു റിപ്പോർട്ട് കൊണ്ടുവരാൻ കഴിയില്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നിട്ടല്ലേ സ്വഹാബത്തിന്റെ ഇജ്മാഇ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? സ്വഹാബത്ത് നമസ്കരിച്ചത് നബിയിൽ നിന്ന് 20 റക്അത്താണെന്ന് ആരെങ്കിലും എഴുതി വെച്ചത് കൊണ്ടത് പ്രമാണമാവില്ല. ആ പ്രമാണം തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. ഇതിനാൽ തെളിവില്ലാത്തത് കൊണ്ട് കൊഞ്ഞനം കാണിക്കുകയോ വ്യക്തിപരമായി ശകാരിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്. തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണത്തിലാണ് തർക്കം. അത് 8, 3, 11 അതല്ല 23, 23 എന്നതാണ്. സെലഫി നിങ്ങൾ എഴുതിക്കൊണ്ടുവന്ന മേറ്ററുടെ വായിച്ചുകൊണ്ട് തടിസലമത്താവില്ല. ഇവിടെ സംസാരിച്ച മുജാഹിദ് ബാലുശ്ശേരി ഞാനിവിടെ ഉണ്ട്. ജീവനോടുള്ള 2 തെളിവുകളാണ്. ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ മുമ്പ് ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ എന്നോട് സംസാരിച്ച സംസാരത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് ഞാൻ സ്ഥിരപ്പെടുത്തു എന്ന് പറഞ്ഞപ്പോ അത് സാധ്യമല്ല, അത് സ്വഹീഹല്ല. അങ്ങനെ സാധ്യമാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ചിട്ട് സുന്നി സമസ്തയിലേക്ക് വരും എന്ന് പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ ഇട്ട് ഇനി ഞാൻ കളവ് പറയുകയാണെന്ന് ഏതെങ്കിലും മൗലവിമാർക്ക് പിന്നെ തോന്നലുണ്ടോ? ഇപ്പൊ പ്ലേ ചെയ്യിപ്പിക്കാം. ജീവനുള്ള തെളിവാണ്, ജീവനുള്ള തെളിവ്. അല്ലാതെ നിങ്ങൾ കുറെ പേപ്പറിൽ എഴുതി കൊണ്ടുവന്ന് റെഡിമെയ്ഡ് ഇവിടെ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തറാവീഹ് റസൂലുള്ളാഹി നമസ്കരിച്ചു എന്നുള്ള ചർച്ച ഞാനും മുജാഹിദ് പിന്നെ ബാലുശ്ശേരി തമ്മിലുള്ള അവസാന ഭാഗത്ത് അവിടെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. നമ്മൾ തമ്മിലുള്ള ചർച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നിസ്കരിച്ച് ഞാൻ തെളിയിക്കും ബാലുശ്ശേരി എന്ന് പറഞ്ഞപ്പോ സാധ്യമല്ല, അങ്ങനെ ഒരു സംഭവമില്ല, അതിന് സാധ്യമല്ല. അല്ല, അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്ന വിഷയം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാ? ഞാൻ ചോദിക്കുന്നു, ഞാനും നിങ്ങൾ കേൾക്കുന്ന ആളുകൾ പറഞ്ഞു, ഞാനും നിങ്ങൾ സംസാരിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച് 20 റക്അത്ത് നിസ്കാരം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അങ്ങനെ സ്വഹീഹല്ല, സ്വഹീഹാണ് എന്ന് ഞാൻ തെളിയിക്കുന്നു പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? എന്റെ സമയം നഷ്ടപ്പെടുത്താൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ മൗലവി? അല്ലാതെ ഈ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി വ്യവസ്ഥയ്ക്ക് ഞങ്ങൾ തലശ്ശേരിയിൽ ജമിയത്തുൽ ഉലമയുടെ നേതാവിനെ കൂട്ടി വന്നു, എഴുന്നള്ളിച്ചു, 3 മണിക്കൂർ ഇരുന്ന് പോയി എന്ന് പറഞ്ഞിട്ട് തടിസലാമത്താവില്ല. വിഷയം നിങ്ങൾ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പെണ്ണെടുത്തിട്ട് കടലാസിൽ എഴുതിയാൽ മതി, അത്രേ വേണ്ടു. അല്ലാതെ പുതിയൊരു വിഷയം ഇവിടെ കണ്ടെത്തേണ്ട ആവശ്യമില്ല. വിഷയം ഇവിടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ബാലുശ്ശേരി പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ തമ്മിൽ സംസാരിച്ച ഫോൺ സംഭാഷണം ഒന്ന് കേട്ടാൽ തന്നെ നിങ്ങൾ കൂടുതലുള്ള മൗലവിമാർക്ക് കാര്യം ബോധ്യപ്പെടും. അല്ലാതെ നിങ്ങൾ ഇവരെ ചെവിയിൽ മറ്റെന്തോ വിഷയം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവിടെ റസൂലുള്ളാഹിന്റെ തറാവീഹിന്റെ വിഷയമോ അല്ലെങ്കിൽ മറ്റു റക്അത്തിന്റെ വിഷയമോ ഒന്നും ഇവിടെ ബാധകമില്ല എന്ന് അറിയിക്കുക. സഹോദരന്മാരെ, ഇതിൽ ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടത് 10 മിനിറ്റ് മുമ്പ് 15 മിനിറ്റ് മുമ്പൊക്കെ സംസാരിച്ചതിനെ കുറിച്ചുകൂടി ഒന്ന് ആലോചിക്കണം. ഈ ചർച്ചയിൽ ഞാനും ജിഷാനും തമ്മിലുള്ള ചർച്ചയിൽ ഞങ്ങളിത് പറഞ്ഞിട്ടില്ല എന്നോ ജിഷാൻ പറയുന്ന കാര്യം ഞാൻ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിഷേധിച്ചിട്ടുണ്ടോ? അങ്ങനെ നിഷേധിച്ചിട്ടില്ല. നമ്മുടെ വിഷയം എന്തായിരുന്നു? ജിഷാൻ മാഹിയുമായി ഞങ്ങൾ തുടങ്ങുന്ന ചർച്ച തന്നെ തറാവീഹിന്റെ എണ്ണത്തെക്കുറിച്ച് തുടങ്ങിയ ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ഒരു പ്രത്യേക നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹദീസ് ഉദ്ധരിച്ചത് ഞാൻ പറഞ്ഞു. ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ഒരു പ്രത്യേക നിസ്കാരം നിസ്കരിച്ചതിനെ കുറിച്ചല്ല, മറിച്ച് നബി റമദാനിൽ നമസ്കരിച്ചത് 11 എന്ന് തുടങ്ങിയ ചർച്ചയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു 20 റക്അത്ത് നിസ്കരിച്ചു, അതുപോലെ തന്നെ 3 റക്അത്ത് വിത്റുമടക്കം 23 റക്അത്ത് നിസ്കരിച്ചു എന്നുള്ള ചർച്ചയിൽ ആ ഹദീസ് സഹീഹാണ് എന്ന് ജിഷാനും സഹീഹല്ല എന്ന് ഞാനും വാദിച്ചു. ആ വാദത്തിന്റെ പേരിലാണ് ഇവിടെ വാദങ്ങൾ എഴുതാൻ വേണ്ടി വന്നത്. ഇവിടെ നൗഷാദ് അഹ്സനി തുടക്കത്തിൽ തന്നെയുള്ള ചർച്ചയിൽ
എന്നെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നാണ് ഈ ചർച്ച അബ്ദുറഹ്മാൻ സലഫി ഇപ്പൊ എത്തി നിൽക്കുന്ന റൂട്ടിലേക്ക് എത്തിയത്. ഞങ്ങളല്ല അത് എത്തിച്ചത്. ഈ വാദം ഉന്നയിച്ച് അവിടെ നിന്ന് ആ കരാർ എഴുതി 1 മിനിറ്റ് കൊണ്ട് പിരിയാമായിരുന്നു. പക്ഷെ ചർച്ച എന്തായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച അതേ നിസ്കാരമാണ് ആര് നമസ്കരിച്ചത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത് നിങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായും അങ്ങനെ നിങ്ങൾ പറഞ്ഞപ്പോ റസൂലുള്ളാഹി 20 നിസ്കരിച്ചിട്ടില്ല, സ്വഹീഹ് തെളിയിക്കാൻ കഴിയില്ല എന്ന് പറയേണ്ടത് ബാധ്യത ഞങ്ങളുടേതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ നരകത്തിൽ സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 20 നിസ്കരിച്ചു എങ്കിൽ അതേ ഉമർ നിസ്കരിക്കൂ. റസൂലിനെ ധിക്കരിക്കില്ല ഉമർ എന്ന് നൗഷാദ് ഹസനി ആവർത്തിച്ചു പറഞ്ഞു. ഇവിടെ ആവർത്തിച്ചു പറഞ്ഞു. ആ ആവർത്തിച്ചു പറഞ്ഞതിൽ നിന്നുകൊണ്ടാ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാത്തൊരു നിസ്കാരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങോ? തുടങ്ങില്ല. നബി നിസ്കരിച്ചു. എന്നിട്ട് ഇടയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ട ചർച്ച വന്നപ്പോൾ 8ഉം 3ഉം 11 എന്നത് എന്തായാലും ബാലുശ്ശേരി ലാസ്റ്റ് നിന്ന് ആ കരാർ പാലിക്കാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞത്. അത് ഉറപ്പാണ്. നബിതങ്ങൾ നിസ്കരിച്ചത് എന്താണെന്ന് കൃത്യമായി ഞാൻ അതിന്റെ നയം ഇവിടെ വളരെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഒരുപാട് തവണ ഓർമ്മപ്പെടുത്തി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് നിസ്കരിച്ചു, പ്രത്യേക ഒരു നിസ്കാരം റമദാനിൽ നിസ്കരിച്ചു എന്ന് ഹദീസിൽ വ്യക്തമാണ്. പക്ഷേ അതിന്റെ റക്അത്ത് ഒരു ഹദീസിലും വ്യക്തമല്ലാത്തതുകൊണ്ട് ഞങ്ങളോട് ഞങ്ങളുടെ നേതാവ് പറഞ്ഞത് അലൈക്കും ബി സുന്നത്തി വ സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹുവിന്റെ നിലപാട് നോക്കുന്നത്. അപ്പൊ സ്വഹാബികളൊക്കെ 20 ഒരാളും എതിർത്തിട്ടില്ല. അത് ഇജ്മാഅാണെന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി. ഇപ്പൊ നമ്മളെ ചർച്ച എത്തി നിൽക്കുന്ന അവിടെ നിന്നാൽ എല്ലാം ശരിയാവും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ജിഷാനും അതുപോലെ ബാലുശ്ശേരിയും തമ്മിൽ ബാക്കി വന്ന ചർച്ചയല്ലേ ഞങ്ങൾ റെഡി. ഇതെങ്ങനെ നടക്കട്ടെ? ഇപ്പൊ 14-ാം തീയതിയല്ലേ? അന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വ്യവസ്ഥയില്ല. നബി തങ്ങളുടെ നിസ്കാരം ഞങ്ങൾ പഠിപ്പിച്ചുതരാം. ഉമർ റളിയല്ലാഹു അൻഹു എത്ര നിസ്കരിച്ചു എന്ന് സമുദായത്തിന് കിട്ടിയാൽ അത് ഓക്കെയായി. 11 നിസ്കരിച്ചൊരു വിത്തറാണോ തറാവീഹാണെന്നൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾക്ക്. ഇഹ്ദാസർ കേൾക്കുമ്പോഴും തറാവിയാന്ന് വരിക. ഒരു റമദാൻ അല്ലാത്ത കാലത്ത് അതും കൂടി ബോധമല്ല. അപ്പൊ മിനിയാന്ന് വിളിച്ച് സക്കരിയ സലാമിനോട് ചോദിച്ചു, അല്ല എന്താ ഇപ്പൊ തറാവിയൊക്കെ കഴിഞ്ഞു? മൂപ്പർ പറയാ തറാവിയോ റമദാനിലല്ലേ ഉള്ളൂ. അപ്പൊ മൂപ്പർക്ക് ഓർമ്മ വന്നു, നിങ്ങൾക്ക് എരപ്പന്റെ പതിപ്പോടെ നിങ്ങളെ തറാവി, നിങ്ങളെ വിത്തവും താജും ഒക്കെ ഒന്നും തന്നെ. ഇതങ്ങളെ അവസ്ഥ. തറാവി ഇപ്പൊ വട്ടപൂജത്തിലേക്ക് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കഥ കഷ്ടം തന്നെയാണ്. ഞങ്ങളുടെ നേതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച നബിന്റെ നിസ്കാരം തന്നെ. അതിന് വേറെ ഹദീസ് വേണ്ട. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചതാ, അതന്നെ അതിന്റെ തെളിവ്. ഉമർ റളിയല്ലാഹു അൻഹു നബി ഇതിനെ ചെയ്യില്ല. അപ്പൊ ഏതായാലും ഒരു കാര്യങ്ങളും സംഭവിച്ചു. ഉമർ നിങ്ങൾ നിസ്കരിച്ചത് തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ വാദം നിങ്ങൾ എഴുതി, ഞങ്ങൾക്ക് വേറെ വർത്താനം നേരില്ല. നിങ്ങൾ അപ്പറിന്റെ ചർച്ച ഉണ്ടല്ലോ, അത് ഇവിടെ നടത്താൻ സമ്മതിക്കൂല. ഇപ്പൊ ഇതിനിവിടെ വന്നത് എന്തിനാണ്? അത് ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിരിക്കണമെന്നുള്ളതാണ്. അത് നിങ്ങൾ എഴുതാനുണ്ടല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ലായിരുന്നോ? ഇല്ലെങ്കിൽ ഈ ചർച്ച തുടർന്ന് പോകുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം എന്താ, നിങ്ങൾ വരുന്നോ വേറൊന്ന് നിങ്ങൾ എഴുതിക്കൊണ്ടിരാ, അന്നൊരു ചർച്ച മാറ്റുക, അത് നടക്കൂല. ഞങ്ങളുടെ മുമ്പിൽ ഉറപ്പില്ല. ഞങ്ങൾ ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇവരുണ്ടോ ഇല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, എന്റെ 2 മിനിറ്റ് പറയാം. അല്ല, ഇത് കഴിഞ്ഞ് നിങ്ങളെ സമയത്ത് പറഞ്ഞോ, നിങ്ങളെ സമയത്ത് പറയും, നിങ്ങളെ സമയത്ത് പറഞ്ഞോ. ഞാൻ പറയട്ടെ, തീർച്ചയായും ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ ഇരുന്നോളാം. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞോ? അബ്ദുറഹ്മാൻ സലഫി പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ സമയമില്ല, നിങ്ങൾക്ക് സമയം തരികയാണ്, നിങ്ങൾക്ക് സമയം തരികയാണ് അബ്ദുറഹ്മാൻ സലഫി. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത് ലോക ജനങ്ങൾ കാണുന്നുണ്ട്. എന്റെ അവസരം എന്നെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾക്ക് തെളിവില്ലാത്തത് കൊണ്ടാ. തെളിവ് നിങ്ങളില്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറയട്ടെ, ഒരു മണി വരെ സമയമുണ്ട്, 1 മണി വരെ സമയമുണ്ട്. 2 മിനിറ്റ് ഈ വെച്ചുകൊണ്ട് ഈ പറയപ്പെട്ട ഈ വാദം തങ്ങളുടെ സംസ്കാരത്തെ പറ്റിയുള്ള അത് അനുവദിക്കൂല. എന്റെ 2 മിനിറ്റ് കഴിയട്ടെ, എന്റെ 2 മിനിറ്റ് കഴിയട്ടെ, എന്റെ 2 മിനിറ്റ് കഴിയട്ടെ. നിങ്ങളുടെ ഉള്ളിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല. താങ്കളുടെ ശബ്ദം ബൈലക്സിൽ കേൾക്കുന്നുണ്ടാവും എന്ന് കരുതിയിട്ട് എന്തെങ്കിലും വിളിച്ചു പറയാൻ അനുവദിക്കൂല. എന്റെ 2 മിനിറ്റ് പ്രായമായിരിക്കണം അദ്ദേഹം. എന്റെ സ്വന്തം പ്രായത്തെ കുറിച്ചെങ്കിലും ബോധം വേണം. എന്റെ 2 പറഞ്ഞ വാദം പ്രസംഗം നടത്തുന്നത് ഒന്ന് ഓർത്തു നോക്കുക. ഒരു ജനറൽ സെക്രട്ടറിയാണത്രേ. എന്തും ചെയ്യാ തീരുമാനം. നിങ്ങൾക്കിങ്ങനെ വിളിച്ചു പറയാം. കഴിയില്ലടോ, നിങ്ങളെ കൊണ്ട് കഴിയില്ല, നിങ്ങളെ കൊണ്ട് കഴിയില്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഇല്ലെന്ന് പരോക്ഷമായി സമ്മതിച്ചു. ഇറങ്ങി പോകേണ്ടി നിങ്ങളുടെ പക്ഷത്തേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു ബാലുശ്ശേരി. നിങ്ങളെ കോരി കൊണ്ടുവന്ന നിങ്ങൾ കൊണ്ടുവന്ന മൗലവി, നിങ്ങളുടെ ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയായ അബ്ദുറഹ്മാൻ സലഫി വാദത്തിലേക്ക് വരുന്നില്ല.
വാദത്തിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ തുടരാൻ തയ്യാറാണ്. വാദം എഴുതാൻ തയ്യാറുണ്ടെങ്കിൽ പറയൂ. വാദം എഴുതാൻ തയ്യാറുണ്ടോ? വാദം എഴുതാൻ പ്രസംഗം നടത്താൻ പറ്റില്ല. ഈ ഫോൺ കോൾ അനുസരിച്ച് സംസാരിക്കണ്ടോ? ജിഷാനും ബാലുശ്ശേരിയും തമ്മിൽ സംസാരിച്ചനുസരിച്ച് സംസാരിക്കണ്ടോ? ഉണ്ടോ? സംസാരിക്കണ്ടോ? നിങ്ങൾ ഇവിടെ വാദ ഉമർ റളിയല്ലാഹു തആല അൻഹു 20 റക്അത്ത് നിസ്കരിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു എന്താ തെറി പറയുമ്പോൾ മൈക്കാൻ ഉമർ റളിയല്ലാഹു തആല അൻഹു 20 റക്അത്ത് നിസ്കരിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു 20 റക്അത്ത് നിസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന് ഉമർ എഴുതാ ഉമർ റളിയല്ലാഹു തആല അൻഹു 20 റക്അത്ത് നിസ്കരിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു 20 റക്അത്ത് നിസ്കരിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിക്ക് എതിര് ചെയ്യൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരത്തിനെതിരായി അല്ലാഹുവിന്റെ റസൂലിനെ ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കൂല. ഉമർ റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കൂല. ഞങ്ങൾ എഴുതി ഒപ്പിട്ട കടലാസ് അത് തെരഞ്ഞെടുക്കും അതെ നിങ്ങളപ്പുറം കൂടെ സംസ്കാരമാണ് കണ്ടത് അവിടെ നിങ്ങളപ്പുറം കൂടെ സംസ്കാരമാണ് കണ്ടത് അതെ നമുക്കറിയാം സംസ്കാരം നമുക്ക് മനസ്സിലായില്ല അത് ഞങ്ങൾ സംസ്കാരമില്ല സക്കാഫി കുട്ടികൾക്ക് സംസ്കാരമില്ല സലഫി കുട്ടികൾക്കുണ്ടോ സലഫി കുട്ടികൾക്കുണ്ടോ സലഫി കുട്ടികൾക്കുണ്ടോ സംസ്കാരം വലിയ സലഫി കുട്ടികളായിരിക്കണേ എന്ത് സംസ്കാരം ഗുണ്ടാണോ ഗുണ്ടാണോ തോന്നിയാസം പറയും തമ്മാടിക്കാൻ വരെ സലഫി കുട്ടികളുണ്ടോ സംസ്കാരം
ഞാൻ മൈക്കൊന്ന് ഓണാക്കി അല്ല എല്ലാവരും കൈയില്ല നിങ്ങളല്ല എല്ലാവരും കൈയിട്ട് അങ്ങനെ പ്രശ്നം നിങ്ങൾ മാറിക്കേ പിന്നെ എല്ലാവരും ഇവിടെ ആള് പിന്നെയുണ്ട് ഇവരെല്ലാം റെഡിയാണ് ഇറങ്ങി നിങ്ങൾ പതിനാറാൾ ഒപ്പിട്ട ഒരു കടലാസ് കീറിട്ട് ഒരു പണ്ഡിത സഭന്റെ സംഘടനയുടെ നേതൃത്വത്തിലാണ് അത് ഫോട്ടോ സെറ്റ് ചെയ്ത് കൊണ്ടിരിച്ചു അതിന്റെ ഒരു കോപ്പി ഫോട്ടോ സെറ്റ് ചെയ്ത് കൊണ്ടിരിച്ചു ഇത് പറഞ്ഞു ഒരാൾ സംസാരിക്കും മറ്റേ മൈക്കോഫോൺ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവേണ്ടതില്ല. ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, വിഷയം വളരെ ക്ലിയറാണ്. വിഷയം തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണമാണ്. നൗഷാദ് അഹ്സനിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എത്രയാണോ അത്രയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് നമസ്കരിച്ചത്. നബിയുടെ നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം വ്യക്തമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇജ്മാഇ സ്വീകരിക്കേണ്ടി വന്നത്. ഞങ്ങളുടെ വാദം നബി നമസ്കരിച്ചത് നൗഷാദ് അഹ്സനി അവസാനമായി പറഞ്ഞിട്ടുള്ളത് തമസ്സകു ബിസുന്നതി
വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അഹ്സനി, താങ്കൾ വിവരമുള്ള ആളാണ് എന്നാണ് ഞാൻ കരുതിയത്. തമസ്സകൂ ബിസുന്നതി എന്ന് പറഞ്ഞിട്ടാണ് വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ എന്ന് പറഞ്ഞത്. ഇവിടെ നബിയുടെ സുന്നത്തും ഖുലഫാഇർ റാഷിദീങ്ങളുടെ സുന്നത്തും ഒന്ന് തന്നെ. അതുകൊണ്ട് നബിയുടെ സുന്നത്ത് ഇല്ലാത്തൊരു കാര്യം ഖുലഫാഇർ റാഷിദീങ്ങൾ വേറെ സുന്നത്താക്കുകയല്ല ചെയ്യുന്നത്. നബിയുടെ സുന്നത്ത് ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്യും. അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാദം എഴുതാം, ഞങ്ങളുടെ വാദം ഞങ്ങളും എഴുതും. അതിനാണെങ്കിൽ അടുത്ത സംസാരം നിങ്ങൾ സംസാരിച്ച് അവസാനിപ്പിക്കണം, എന്നിട്ട് എഴുത്തിലേക്ക് വരണം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എഴുതിക്കോളൂ, നിങ്ങളാണല്ലോ തുടങ്ങിയത്, അതുകൊണ്ട് അവസാനം ഞങ്ങളാണ് സംസാരിക്കുക. ഇനി നിങ്ങൾ സംസാരിച്ചാൽ അടുത്ത് ഞാൻ സംസാരിക്കും എന്നിട്ട് എഴുതേണ്ടി വരും. ആദ്യം നിങ്ങൾ തുടങ്ങി, പിന്നെ ഞങ്ങൾ സംസാരിച്ചു. അതാണ് നീതി. അതിനിടയിൽ ഞങ്ങളുടെ ഒരു അവസരം കൂടി നിങ്ങൾക്ക് അധികം തന്നു എന്നതും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ വാദം നിങ്ങൾക്ക് എഴുതാം, ഞങ്ങളുടെ വാദം ഞങ്ങളും എഴുതാം. ഞങ്ങളുടെ വാദങ്ങൾ എഴുതി തന്നു. സംസാരത്തിന് പ്രശ്നം ഉണ്ടാവും. ഏത് റെക്കോർഡ് ഹോസ്പിറ്റലാണ് സംസാരിക്കാം.